നവ്യയെ തിരിച്ചറിഞ്ഞ് നന്ദു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, നവ്യയ്ക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള സന്തോഷമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതായത് നവ്യയാണെങ്കിൽ ആദർശിനും നയനയ്ക്കും വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദർശും നയനയും തിരികെ അനന്തപുരിയിലേക്ക് വരണമെന്നും പ്രാർത്ഥിച്ച് ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം സന്തോഷത്തിൽ നമ്മുടെ നവ്യയാണെങ്കിൽ ആ വഴിപാടും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ട് പോവുകയാണ്. ഇതേ സമയമാണെങ്കിൽ നന്ദു അമ്പല പരിസരത്ത് വെച്ച് നവ്യയെ കാണുമ്പോൾ നവ്യയെ അറിയാതെ പിന്തുടരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം പിന്തുടർന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നു. ഇതിനിടയിൽ പൂജാരിയുടെ അടുത്ത് നവ്യയുടെയും ആദർശിൻ്റെയും നന്ദുവിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഓരോ പൂജകൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നന്ദു കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ സമയം നന്ദു നവ്യയെ തിരിച്ചറിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ്, ചേച്ചിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന നന്ദു ആണെങ്കിൽ നവ്യയ്ക്ക് മുൻപിലേക്ക് എത്തുന്നു. ചേച്ചി, എന്താണ് കാര്യം? ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് ചേച്ചി ചെയ്യുന്നതും പറയുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ ചേച്ചി ഇനിയും സത്യത്തെ മൂടി വയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ട, സത്യം തുറന്നു പറയാനായിട്ട് പറയുന്നു. ഇതേ സമയം നവ്യ മനസ്സു തുറക്കുന്നു. അതായത് മോളെ, അഭിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള രഹസ്യം ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ അന്ധമായി അഭിയെ വിശ്വസിച്ചു. ഇനിയിപ്പോൾ ഞാൻ കാരണം നിങ്ങൾക്ക് വീണ്ടും ഞാനൊരു ബാധ്യതയാവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ സഹായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്നു. അത് കേട്ട നന്ദു ആണെങ്കിൽ ചേച്ചിയോട് ആരാണ് പറഞ്ഞത് ചേച്ചി ഞങ്ങൾക്കൊരു ബാധ്യതയാണെന്ന്? ചേച്ചി തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ രഹസ്യം പറഞ്ഞത്, അല്ലെങ്കിൽ ഒരിക്കലും അത് പറയില്ലായിരുന്നു എന്ന് പറയുന്നു. ചേച്ചി ആദർശേട്ടനെയും നയനേച്ചിയെയും എല്ലാവരെയും കാണണം, സംസാരിക്കണം, വീട്ടിലേക്കൊക്കെ വായോ എന്ന് പറയുന്നത് കാണാം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, വരാം മോളെ. ആ അഭി എന്ന ദുഷ്ടനെ, അവൻ്റെ മറുപടി, അവന് കെണി, അവനുള്ള പാഠം ഒക്കെ കൊടുത്തിട്ട് ഞാൻ വരാമെന്ന് പറയുന്നു. മോളെ, നീ അനിയുടെ ഭാര്യയാവുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും അവന്തിയേക്കാൾ 100% ഭേദം നീ തന്നെയാണ് എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്